സോ കീം 2025 ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ടാണ് +2 മാർക്ക് എന്നായിരിക്കും ആഡ് ചെയ്യുക, അത് എങ്ങനെയായിരിക്കും ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് എടുക്കില്ല എന്നൊക്കെ ചോദിക്കുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം. ആദ്യം +2 മാർക്കിനെ കേസ് ചെയ്യാൻ പറയാം. ഇന്ന് സിഇനെ കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയ കാര്യം, നിങ്ങൾക്ക് വരെ ഗൂഗിളിൽ വിളിക്കാം. ce.kerala.gov.in എന്ന സൈറ്റിൽ ജസ്റ്റ് പോയിക്കുന്ന നമ്പർ ഇട്ടു, ഹെൽപ്പ് ലൈൻ, അതിൽ വിളിച്ച് ചോദിക്കാൻ പറ്റും. അവർ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് വരുന്ന വീക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന പറഞ്ഞില്ല. വേറെ ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതാണ് പറയാൻ പറ്റില്ല. അതേപോലെ +2 മാർക്ക് ആഡ് ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ അപ്പം തന്നെ വീഡിയോ ചെയ്യുക. അതിൽ നിങ്ങളൊന്നും, ഞാൻ ഓൾറെഡി പറയുന്നതാണ്, PCMൻ്റെ മാർക്ക് നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ +2 മാർക്കിൻ്റെ സ്കോർ ഷീറ്റിൽ ഏത് മാർക്കാണുള്ളത് ആ മാർക്ക് ആഡ് ചെയ്യുക. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക്. അപ്പോൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്ക് എടുക്കുന്നു. നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ആഡ് ചെയ്യാൻ വന്നത് ഇന്നാന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് എടുക്കാം. ഓക്കെ, എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കറൻ്റ്ലി ഏത് മാർക്കാണോ അവൈലബിൾ, അത് നല്ല ലോജിക്ക് വെച്ച് ആലോചിക്കുക. കറൻ്റ്ലി ഏത് മാർക്കാണ്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് മാർക്കാണോ ഉള്ളത് ആ മാർക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ +2 മാർക്ക് ആഡ് ചെയ്യുന്ന സമയം വന്നു വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വെച്ച് റിസൾട്ട് വന്ന് മാർക്ക് കയ്യിലുണ്ട് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് എടുത്ത് ആഡ് ചെയ്യുക. ഇല്ല, +2 മാർക്ക് മാത്രമേ മീൻസ് ഇപ്പോൾ എഴുതിയ മാർക്കേ ഉള്ളെങ്കിൽ അത് മാത്രമേ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് മാർക്കിൻ്റെ കാര്യം. അപ്പോൾ ഒരുപാട് കുട്ടികൾ മെയിൽ അയച്ചിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒരുപാട് കുട്ടികൾ ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള മിസ്റ്റർ എഞ്ചിനീയർ ഒഫീഷ്യൽ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് ഏറ്റവും കുറച്ച് ഫണ്ണായിട്ടുള്ള ട്രോൾസ്, അതേപോലെ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ എൻജോയ് ചെയ്ത് പോകാം, നമുക്ക് ഒരുമിച്ച് തന്നെ നീങ്ങാം, നിങ്ങളൊന്നും പേടിക്കേണ്ട. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഹൈലി യൂസ്ഫുൾ ആയിട്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത് ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്താം. അവിടെ നിങ്ങൾക്ക് കീമിൻ്റെ റാങ്ക് പ്രഡിക്ഷൻ, കോളേജ് പ്രഡിക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എല്ലാം ഒരു 80 to 90% മാത്രം ട്രസ്റ്റബിൾ ആളും. അതിനുപരി കോളേജ് റിവ്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ബോട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ആ ലിങ്ക് കയറുക, നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എൻറോൾ ചെയ്ത് ചെയ്യുക. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലും അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.